ഇന്ന് ഞാൻ പതിവില്ലാതെ ഒരു 5:45 എണീറ്റ് കേട്ടോ. സാധാരണയായിട്ട് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുള്ളപ്പോഴാണ് ഞാൻ 5 മണി 5:15 എണീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അപ്പോഴെണീച്ചാലേ അവരെ എനിക്കൊരു 6:50 സ്കൂളിൽ ഒരുക്കി വിടാൻ പറ്റത്തുള്ളൂ. ഇന്നിപ്പോൾ ഇവർക്ക് അവധിയായപ്പം ഞാൻ എണീച്ചതിനൊരു കാരണമുണ്ട് കേട്ടോ. എനിക്കിന്ന് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ട്. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ചില തീരുമാനങ്ങൾ തെറ്റാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒരു സ്ഥലത്ത് പോയി ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോകാനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പം ഞാൻ ഓർത്തു, ഞാൻ ചിലപ്പോൾ പോയിട്ട് അവിടെ നിന്ന് ലേറ്റായിട്ടാണ് വരുന്നതെങ്കിൽ ഇവർ നേരത്തെ വല്ലതും എണീച്ചാൽ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇവരിക്കണ്ടേ. അപ്പം ഞാനോർത്ത് എന്നാൽ പിന്നെ ഇവർക്ക് ഇഡ്ഡലി അങ്ങ് ഉണ്ടാക്കി വെക്കാം. ഇവർക്ക് ഇഡ്ഡലിയും നുട്ടില്ലായും ഉണ്ട് ഇഷ്ടമാണ്. എനിക്കും വിജിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ രാത്രിയിൽ സാമ്പാർ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. കാരണം എല്ലാം കൂടെ ഒറ്റയടിക്കും നടക്കത്തില്ല. അതുകൊണ്ട് തലേ ദിവസം സമയം കിട്ടുന്നതനുസരിച്ച് കൂട്ടാനും കറികളും ഉണ്ടാക്കി വെക്കും. ചില ദിവസം ഒന്നും ഉണ്ടാക്കത്തുമില്ല കേട്ടോ. നമ്മുടെ ഓരോ മൂഡ് അനുസരിച്ച് അങ്ങിരിക്കും. അപ്പം ഞാൻ ഇന്നലെ മത്തി അരച്ചു പുരട്ടി വെച്ചതുകൊണ്ട് എനിക്ക് വറുത്തിട്ടങ്ങ് പോയാൽ തിരിച്ചു വരുമ്പോഴത്തേക്ക് എനിക്ക് കഞ്ഞി ഊറ്റി ചോറാക്കുകയും ചെയ്യാം. സാമ്പാറുണ്ട്, ഒരു പൊട്ടറ്റോ മെഴുക്കോട്ടി ഉണ്ടാക്കി മീൻ വറുത്തതും ഉണ്ടെങ്കിൽ എളുപ്പമായില്ലേ പണി. ഞാനിങ്ങനെ ജീവിതത്തിൽ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മൾ ഇൻ ദ സെൻസ് ഞാൻ എന്നെക്കുറിച്ചാണ് പറയട്ടോ. ഞാൻ ചില തീരുമാനങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിലെടുക്കും. ഇത് ഈ ലൈനിൽ കൂടെ പോയാൽ കറക്റ്റാകും, ഇത് പെർഫെക്റ്റ് ആകും എന്നൊക്കെ ഓർത്തായിരിക്കും. ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വെച്ചിട്ട് കർത്താവേ ഇത് ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ വെച്ചിട്ട്. പക്ഷേ എന്നാലും ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പം എടുത്ത തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ ഒരു തെറ്റായിട്ട് പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് എനിക്ക് മാത്രമേ ഉള്ളോ അതോ എല്ലാവർക്കും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. അപ്പം ഞാനാണെങ്കിൽ ഒന്ന് ഒരുങ്ങി പുറത്ത് പോയിട്ട് ഈ കാര്യം സക്സസ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ യൂട്യൂബിലൂടെ ഞാൻ പങ്കുവെക്കുന്നതായിരിക്കും. അതുകൂടാതെ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാം കേട്ടോ.